Hello all, today we are going to learn the second approach of price level accounting, that is current cost accounting. നമ്മൾ കറണ്ട് പർച്ചേസിംഗ് പവർ മെത്തേഡ് പഠിച്ചു. അതിൽ ജനറൽ പ്രൈസ് ലെവൽ ഇൻഡെക്സ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റംസിൻ്റെയും ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഗെയിൻ ഓർ ലോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡിൽ നമ്മൾ ജനറൽ പ്രൈസ് ലെവൽ ഇൻഡെക്സ് വെച്ചിട്ടല്ല, മറ്റ് ഒരു രീതിയിലാണ് കറണ്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് കാരണം UK ഗവൺമെന്റ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് കമ്മിറ്റി, അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് മിസ്റ്റർ ഫ്രാൻസിസ് സാൻഡ്ലാൻഡ്സ്, ടു കൺസിഡർ ദ പ്രോബ്ലം ഓഫ് പ്രൈസ് ലെവൽ അക്കൗണ്ടിങ്. പ്രൈസ് ലെവൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോബ്ലംസ് ഒക്കെ കൺസിഡർ ചെയ്യാനും, അങ്ങനെ ആ ഒരു കമ്മിറ്റിയുടെ ഇതനുസരിച്ചിട്ടാണ് the committee recommend the adoption of current cost accounting for dealing with the problem of inflation accounting. They recommend the current cost accounting method. In this method, historic values of items are not taken into account. Rather, current values of individual items are taken. നമ്മൾ CPP മെത്തേഡിൽ ചെയ്ത പോലെ ജനറൽ പ്രൈസ് ലെവൽ അനുസരിച്ചിട്ടല്ല ഇവിടെ കറണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മറ്റു പല രീതിയിലൂടെയാണ്. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. Important characteristics like first one, fixed assets are shown in balance sheet at their current value. Their current value lana, not at the depreciated original cost. Current values lana fixed asset ellam balance sheet il kanikkunnathu. Stock um adupole thaneyana. Then to find out the profit for the year, depreciation is calculated on current value of relevant fixed assets. നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഹിസ്റ്റോറിക് വാല്യൂസിലല്ല, പകരം കറണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ മുകളിലാണ് ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ദ ഫോർത്ത് പോയിന്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് വാല്യൂ ആൻഡ് ദ ഡിപ്രിഷിയേറ്റഡ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു റിവാലുവേഷൻ റിസർവ് അക്കൗണ്ട്. ഈ റിവാലുവേഷൻ റിസർവ് അക്കൗണ്ട് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം, പക്ഷേ ഇറ്റ് കനോട്ട് ബി used for the distribution of dividend. Dividend distribution നമ്മൾ ഈ റിസർവ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല, പകരം അതിനെ നമുക്ക് ഈ ഫിക്സ്ഡ് അസറ്റ് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. Then cost of stock consumed during the year is taken at current value. Current value ആണ്, not the purchase price of stock consumed. Then നമ്മൾ current purchasing power മെത്തേഡിൽ മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ പറഞ്ഞല്ലോ, ഡെക്ടേഴ്സിന് ജനറൽ പ്രൈസ് ലെവൽ ഇൻഡെക്സ് അനുസരിച്ച് അതിന്റെ വാല്യൂ കൂടിയെങ്കിൽ അത് കിട്ടില്ലല്ലോ. പക്ഷെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തു കറണ്ട് പർച്ചേസിംഗ് പവർ മെത്തേഡിൽ. എന്തിനാണ് കിട്ടാത്തതും കൊടുക്കേണ്ടതായിട്ടുമുള്ള ഐറ്റംസിനെ ഗെയിനും ലോസും ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് ഈ മെത്തേഡിൽ പറയുന്നത്. സോ മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒന്നും തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്. Then seventh one, under current cost accounting approach of inflation accounting, accounting profit is divided into three parts. Accounting profit three parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Current operating profit, realized holding gain and unrealized holding gain. ഇത് എന്താണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ. റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എന്ന് വെച്ചാൽ അസറ്റ്സ് റിയലൈസ് ചെയ്തു, സെയിൽ നടത്തിയതിനു ശേഷം സെയിൽ ആയ അസറ്റ്സിന്റെ കാര്യമാണ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ്. നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ ആണ്. അപ്പോൾ ആ നോൺ മോണിറ്ററി അസറ്റ് വിറ്റിട്ടുണ്ട്, സെയിൽ ആയിട്ടുണ്ട്, എന്നിട്ട് ഈ റീപ്ലേസ് ചെയ്തപ്പോൾ എക്സസ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ് സോൾഡ് ഓൺ ദ ഡേറ്റ് ഓഫ് ഇറ്റ് സെയിൽ ഓവർ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റും റീപ്ലേസ്മെന്റ് കോസ്റ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് നമ്മൾ റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എന്ന് പറയും. ഇനി അൺറിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ, സെയിലൊന്നും നടന്നിട്ടില്ല, നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട് അസറ്റ്, നോൺ മോണിറ്ററി അസറ്റ് ആണ്. ആ നോൺ മോണിറ്ററി അസറ്റിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റും ഹിസ്റ്റോറിക്കൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിൽ എന്തെങ്കിലും എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ അൺറിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എന്ന് പറയും. പിന്നെ കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇറ്റ് ഈസ് എക്സസ് ഓഫ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ്. നമ്മളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സെയിൽ പ്രൊസീഡ്സിലുള്ള എക്സസ് എമൗണ്ട് ആണ് കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. പക്ഷേ ഈ കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കുറച്ച് നടത്താനുണ്ട്.
എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്? ഫസ്റ്റ് വൺ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്, സെക്കൻഡ് വൺ കോസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെന്റ്, then MWCA monetary working capital adjustment and gearing adjustment. ഈ 4 അഡ്ജസ്റ്റ്മെന്റ്സ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡിൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് എല്ലാ അസറ്റ്സും കറണ്ട് വാല്യൂസിലാണ്. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും കറണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന്റെ മുകളിലാണ്. പിന്നെ കൂടാതെ മോണിറ്ററി അസറ്റ്സും ലയബിലിറ്റീസും കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്: current operating profit, realized holding gain and unrealized holding gain. Realized holding gain എന്ന് പറഞ്ഞാൽ it is the excess of replacement cost of non-monetary assets sold on the date of its sale over its historical cost. Unrealized holding gain എന്ന് വെച്ചാൽ റിയലൈസ് ചെയ്തിട്ടില്ല, സെയിൽ നടന്നിട്ടില്ല, അങ്ങനെയുള്ള നോൺ മോണിറ്ററി അസറ്റ്സിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെയും ഡിഫറൻസ് നോക്കുക. എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ അൺറിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എന്ന് പറയും. Then കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്: ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെന്റ്, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്. സിമ്പിൾ ആണ്, നമുക്ക് പ്രോബ്ലം നോക്കാം. A firm purchased a machinery for a sum of rupees 2 lakhs on January 1st, 2015. It has an expected life of 10 years without any scrap value. Expected life 10 years ആണ്. The price indices for the asset were as follows: January 1st, 2015 100, January 1st, 2018 160, December 31st, 2018 175. You are required to value the machinery on January 1st, 2018 and December 31st, 2018, both according to historical cost accounting system and current cost accounting system, charging depreciation on straight line basis. Also find the amount which needs to be adjusted for appreciation during 2018. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ചും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് അനുസരിച്ചും കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രധാനമായും ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങും അത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് പാറ്റേണും ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് പാറ്റേണും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടി മനസ്സിലാക്കാനാണ്. സോ ഈ പ്രോബ്ലം നോക്കാം. അതിന്റെ സൊല്യൂഷൻ നോക്ക്. ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള എന്താ പറയുക ഒരു ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ ഉണ്ട്, കറണ്ട് കോസ്റ്റിന്റെ ഡിപ്രിസിയേഷനും ഉണ്ട്. സോ ഡേറ്റ് ഫസ്റ്റ് ജാനുവരി 2018 ആണ് കേട്ടോ, 2015 അല്ല 18 ആണ്. ഫസ്റ്റ് ജാനുവരി 2018 31st ഡിസംബർ 2018 കാൽക്കുലേഷനാണ്. ഫസ്റ്റ് ജാനുവരി 2018 കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് 2 lakh rupeesന്റെ ആണ്. ഈ 2 lakh rupeesനെ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ കറണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് തന്നിട്ടുണ്ട്, പ്രൈസ് ഇൻഡിസസ് തന്നിട്ടുണ്ട്. ഈ പ്രൈസ് ഇൻഡിസസ് വെച്ച് നമ്മൾ അതിനെ 2018 വാല്യൂയിലേക്ക് നോക്കാം. 2018 വാല്യൂ ജനുവരി 1st വാല്യൂ 160 ആണ്. അപ്പൊ നമുക്ക് ജനുവരി 1st കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 160 divided by 100. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 lakh into 160 divided by 100. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് 3,20,000. അതേപോലെ 31st ഡിസംബറിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് 2 lakh ആണ്. 31st ഡിസംബറിലെ ഇൻഡെക്സ് 175 ആണ്. സോ 2 lakh into 175 100, 3,50,000. ഇനി ഡിപ്രിസിയേഷൻ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ച് ഡിപ്രിസിയേഷൻ നമുക്കറിയാം 3 yearsഉം 4 yearsഉം ആണ് ഡിപ്രിസിയേഷൻ വരിക. ജനുവരി 1st വരുമ്പോൾ 3 years ആയി, ഡിസംബർ 31st ആകുമ്പോൾ 4 years ആയി. അപ്പൊ ആദ്യത്തത് ഫസ്റ്റ് ജാനുവരിയിൽ 3 years ഉണ്ട്, 3 വർഷത്തെ ഡിപ്രിസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 10 വർഷമാണല്ലേ ഇതിന്റെ എക്സ്പെക്ടഡ് ലൈഫ് എന്ന് പറയുന്നത്. സോ 2 lakh divided by 10, ഒരു വർഷം ഡിപ്രിസിയേഷൻ 20,000 ആണ്. അങ്ങനെ 2015 ജാനുവരി മുതൽ 2018 ജാനുവരി വരെ നോക്കുമ്പോൾ 3 വർഷമായി. സോ 20,000 into 3, 60,000 rupees ആണ് ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇനി കറണ്ട് കോസ്റ്റിൽ നമുക്കറിയാം കറണ്ട് കോസ്റ്റില് 3,20,000 rupees ആണ് ഇപ്പോഴത്തെ മെഷീനറി വാല്യൂ. സോ ഡിവൈഡഡ് ബൈ 10, 32,000 ആണ് ഡിപ്രിസിയേഷൻ. സോ 32,000 into 3, 96,000. അതേപോലെ 31st ഡിസംബർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വരുമ്പോൾ ഒരു വർഷം 20,000 rupees ആണ് ഡിപ്രിസിയേഷൻ. 31st ഡിസംബർ ആയപ്പോൾ 4 years ആയി. സോ 20,000 into 4, 80,000. കറണ്ട് കോസ്റ്റ് നോക്കാം. 31st ഡിസംബറിലെ കറണ്ട് കോസ്റ്റ് ഇപ്പം അതിൻ്റെ വില 3,50,000 ആണ്.
സോ 35,000 ആണ് ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ. അങ്ങനെ കഴിഞ്ഞ 4 വർഷങ്ങളിൽ കൊടുക്കണം. 35,000 into 4, that is 1,40,000. then written down value calculate ചെയ്യുക, that is the cost minus depreciation. സിമ്പിൾ അല്ലേ? അതായത് ഓരോ വർഷവും നമ്മൾ കറണ്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കറണ്ട് കോസ്റ്റിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ആ വർഷം മാത്രമല്ല ആ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്, കഴിഞ്ഞു പോയ വർഷങ്ങളിൽ മുഴുവനും ആ സെയിം എമൗണ്ട് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ കറണ്ട് കോസ്റ്റ് 1st January 2018 2,24,000 ആണ്. സോ 31st December ആയപ്പോൾ അത് 2,10,000 rupees ആയി, 2,10,000. So balance sheet as on 31st December 2018 prepared under current cost accounting would show the machinery 2,10,000. 31st December ബാലൻസ് ഷീറ്റിൽ 2,10,000 rupees ആണ് നമ്മൾ കാണിക്കേണ്ടത്. 2,10,000 എന്ന് പറയുന്നത് 3,50,000 മൈനസ് 1,40,000, ദാറ്റ് ഇസ് 2,10,000. ഇതാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. എക്സസ് ഒരു 90,000 rupees ഉണ്ട് അല്ലേ? എക്സസ് ഒരു 90,000 rupees ആണ് ശരിക്കും ഉള്ളത്. ആ 90,000 rupees നമ്മൾ കറന്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് റിസർവിലേക്ക് കാണിക്കും. എക്സസ് ഓഫ് 90,000 വുഡ് ബി പുട്ട് ടു കറന്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് റിസർവ്. സോ ഇതാണ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്. എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ അഡ്ജസ്റ്റ്മെന്റ്സ് മെയ്ഡ് ഇൻ കറന്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ. ഓക്കെ, താങ്ക് യു.